സംസ്ഥാനത്തെ SIRമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു വാങ്ങാനുള്ള ദിവസം മാറ്റിവെച്ചതിലൂടെ SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ അനാരോഗ്യകരമായ പ്രവണതകൾ വർദ്ധിപ്പിക്കുവാനായി SIRൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ പല കുതന്ത്രങ്ങളും നടത്തുന്നു എന്ന സംശയം വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വിവിധ വാർത്തകൾ. 12 സംസ്ഥാനങ്ങളിൽ ഒരു പരിധിവരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന കേരളത്തിൽ പോലും 50 ലക്ഷത്തോളം ഫോമുകൾ, അതിൽ 20 ലക്ഷത്തോളം ഫോമുകൾ മടങ്ങി വരാനിരിക്കെ മടങ്ങി വന്നതിൽ തന്നെ 30 ലക്ഷത്തോളം ഫോമുകളിൽ ഇനി ഒരിക്കൽ കൂടി വോട്ടർമാർ BLOമാരുടെ അടുത്തെത്തി പല തിരുത്തലുകളും നടത്തേണ്ടി വരുമെന്നൊക്കെയുള്ള വാർത്ത വളരെയധികം ബുദ്ധിമുട്ടുകൾ വോട്ടർമാരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് SIRനെ വീണ്ടും ഗൗരവതരമായി പരിശോധിക്കുവാൻ ഞങ്ങളും നിർബന്ധിതമാകുന്നത്. നോക്കൂ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തെരഞ്ഞെടുപ്പുകളെ മലയാളികൾ ഉത്സവമായി കൊണ്ടാടുന്നു എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും എങ്ങനെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ഒരു ആഘോഷമാക്കി മാറ്റുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ ശരാശരി വോട്ടിംഗ് ശതമാനം 70-നും 80-നും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ ആകെ 2025 വോട്ടർ പട്ടിക വെച്ച് പരിശോധിച്ചാൽ കേരളത്തിലാകെ 2,87,00,000 വോട്ടർമാരാണുള്ളത്. ശരാശരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് 2.5 കോടിയായിരുന്നു. പൊതുവെ 75% വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പുകളിൽ മലയാളികളുടെ അർത്ഥത്തിൽ വോട്ടിൽ പങ്കാളികളാകുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും ഏകദേശം 2 ലക്ഷം വോട്ടർമാരുണ്ട് എന്ന് മനസ്സിലാക്കാം. 75% വോട്ടാണ് ശരാശരിയായി മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 1.5 കോടിയോളം വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട്. ഇതിൽ 2 മുന്നണികൾ തമ്മിലാണ് നേരിട്ട് മത്സരമെങ്കിൽ പൊതുവെ 65,000-ന് മുകളിൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചു കയറും. 3 മുന്നണികളും തമ്മിൽ മൂന്നാമത്തെ മുന്നണിക്ക് 25% വോട്ട് കിട്ടുകയാണെങ്കിൽ ജയിക്കുന്ന കക്ഷിക്ക് ഒരു 55,000 മുതൽ 60,000 വരെ വോട്ട് ലഭിച്ചാൽ അവർക്ക് വിജയം നേടാൻ കഴിയും. ഇത്രയും പറഞ്ഞത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വലിയ തരത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ഗൗരവതരമായി മലയാളികൾ പരിശോധിക്കുന്നത് കൊണ്ടും ചെറിയ അളവിലെ വ്യത്യാസം തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. നോക്കൂ, 1980 വലിയ മുന്നേറ്റം ഇടതുപക്ഷ മുന്നണിക്കുണ്ടായി. സഖാവ് നായനാരുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയുണ്ടാകുന്നു. അന്ന് LDF UDF തമ്മിലുള്ള വ്യത്യാസം, LDF UDF ആദ്യമായി ഒരു രാഷ്ട്രീയ മുന്നണി എന്ന തരത്തിൽ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പിൽ 1% വ്യത്യാസമായിരുന്നു 2 മുന്നണികളും തമ്മിലുണ്ടായിരുന്നത്. 82-ലും ഇത് ആവർത്തിച്ചു. 87-ൽ വലിയ മുന്നേറ്റം വീണ്ടും ഇടതുപക്ഷ മുന്നണിക്കുണ്ടായപ്പോഴും അവർക്ക് ലഭിച്ച അധിക വോട്ടുകൾ ഏകദേശം 1%-ന് തൊട്ട് മുകളിലായിരുന്നു. 1%-ന് തൊട്ട് മുകളിലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 1.5 കോടിയോളം വോട്ടുകളാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ 2 മുന്നണികൾ തമ്മിൽ 1.5 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായാൽ പോലും ജയിച്ച മുന്നണിക്ക് തോൽക്കുവാനും തോറ്റ മുന്നണിക്ക് ജയിക്കുവാനും ഇനിയും മൂന്നാമത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിൽ ചില സീറ്റുകൾ നേടാനും അവസരമുണ്ടാക്കും. ഇത് 91-ൽ അങ്ങനെയായിരുന്നു, 96-ൽ അങ്ങനെയായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ രാജിവെച്ച് നടന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ 2011-ൽ 2 മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിലും ശതമാനത്തിൻ്റെ എണ്ണത്തിലും വളരെ വളരെ കുറവായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി വിജയമുണ്ടായ 2021-ലെയോ 2016-ലെയോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ 2 മുന്നണികൾ തമ്മിൽ LDF UDF തമ്മിൽ 4%-ൻ്റെയും ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5.5% വ്യത്യാസമുണ്ടായി. എന്നാൽ നോക്കൂ, വോട്ടേഴ്സ് ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ
നിലവിലുള്ള SIRൻ്റെ ഭാഗമായി 50 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ അവരുടെ എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ആളുകളെങ്കിലും ഒരു 25 ലക്ഷത്തോളം ആളുകൾക്ക് ഏതെങ്കിലും കാരണവശാൽ തൃപ്തികരമായി SIR പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പോയാൽ, അതിൻ്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പോയാൽ കുറഞ്ഞത് 10% ആളുകൾക്കായിരിക്കും നമ്മുടെ കേരളത്തിൽ വോട്ട് ചെയ്യാനുള്ള അർഹത നഷ്ടപ്പെടുന്നത്. ഇതാണ് ഗൗരവതരമായ വിഷയം. ഇത് കുറച്ചുകൂടി ഗൗരവതരമായി പരിശോധിക്കാൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു മണ്ഡലത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളായിരിക്കും വോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 1% കുറവ് എന്ന് പറഞ്ഞാൽ ശരാശരി 1300 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജയിച്ചവരുടെ എണ്ണം 2021 പരിശോധിക്കുമ്പോൾ 7 ആയിരുന്നു. ഇനിയും 2% വ്യത്യാസത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും തമ്മിൽ 2% വ്യത്യാസം ഉണ്ടായാൽ അങ്ങനെ കേരളത്തിൽ ലഭിച്ച സീറ്റുകൾ, ഓരോ മുന്നണിക്ക് ലഭിച്ച സീറ്റുകൾ 6 എണ്ണമായിരുന്നു. ഇനി 4% വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 5200ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുറവ് വിജയിച്ചവരുടെ എണ്ണം 10 ആയിരുന്നു. ചുരുക്കത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ നോക്കൂ, നിലവിൽ നമ്മൾ പറയുന്നത് പോലെ SIRമായി ബന്ധപ്പെട്ട് 20 ലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ, ഞാൻ മുമ്പ് പറഞ്ഞ 4% ആളുകൾക്ക്, ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടാൽ പോലും ഫലത്തിൽ 23 MLAമാരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുമായിരുന്നു. ആ മാറ്റം ആർക്ക് ഗുണപരമാകും, ആർക്ക് ദോഷമാകും എന്നുള്ളതല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അത് അനാരോഗ്യകരമായി ബാധിക്കുമായിരുന്നു. നോക്കൂ, 2016 കാര്യമെടുക്കാം. 2016 ഭേദപ്പെട്ട വ്യത്യാസം ഫലത്തിൽ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും തമ്മിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 1% താഴെ ഭൂരിപക്ഷം ലഭിച്ച MLAമാർ 11, 2% താഴെ ഭൂരിപക്ഷം ലഭിച്ച MLAമാർ 9, നേരത്തെ പറഞ്ഞതുപോലെ 4% താഴെ 5200-ൽ താഴെ ഭൂരിപക്ഷം ലഭിച്ച MLAമാരുടെ എണ്ണം 9 എന്ന് പറഞ്ഞാൽ പോൾ ചെയ്യുന്ന വോട്ടിൽ 4% താഴെ ഭൂരിപക്ഷം ലഭിച്ച MLAമാരുടെ എണ്ണം 29 നോക്കൂ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 20 ലക്ഷത്തോളം ആളുകൾക്ക്, ഏതെങ്കിലും മുന്നണിയുടെ ആളുകൾക്ക് വേണ്ട അർത്ഥത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചാൽ ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ ലക്ഷ്യം അട്ടിമറിക്കപ്പെടും. അത് ആരെ ബാധിക്കും, എങ്ങനെ ബാധിക്കും എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സ്പന്ദനത്തെ മൊത്തത്തിൽ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആവേശം കെടുത്തുന്ന തരത്തിൽ ജനകീയമായി ഇന്ന് നടക്കുന്ന നമ്മുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമുണ്ടാക്കുന്ന, ജനങ്ങളുടെ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അട്ടിമറിയുടെ സാധ്യതകൾ SIRലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിലയിരുത്തലിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഉത്തരവാദിത്വം, ഈ വളരെ അപകടകരമായ അന്തരീക്ഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് SIRൻ്റെ അപകടത്തെപ്പറ്റി ജനങ്ങളുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യമുന്നണിയും ഇടതുമുന്നണിയും ഈ വിഷയത്തിൽ വളരെ ആശാവഹമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം. ഈ വിഷയം മുൻനിർത്തി ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ SIRൽ സംഭവിക്കാവുന്ന വലിയ അട്ടിമറികൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.